So hey guys, welcome to day 4 at Phuket. കാണുന്നതൊക്കെ ഐലൻഡാണ്. ചൈനീസ് ടെമ്പിൾ ആണ്. ഇവിടുത്തെ വ്യൂ ആണ്. വീട്ടിൽ അത് വീണ്ടും പലതരം ഞണ്ടുകളാണ്. ഐസാണ് കേട്ടോ. എന്തായാലും ഈ പ്ലേസ് മിസ് ചെയ്യാൻ പറ്റും. രാവിലെ തന്നെ 7-Eleven വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൂടെ വാങ്ങിച്ച് 134 ബാത്തായി. ഇത് ഡീപ് ഫ്രൈഡ് ഫിഷ് വിത്ത് ഹെർബ്സ് ആൻഡ് സ്പൈസ് സോസേജ് ആണ്. ഇതെന്തിനാണ്? ഫ്രൈഡ് ചിക്കൻ ആൻഡ് ബോയിൽഡ് റൈസ് എന്നാണ് ഇതിന് എഴുതിയിരിക്കുന്നത്. പിന്നെ കപ്പ് നൂഡിൽസും വാങ്ങിച്ചു. പിന്നെ നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന ആ ബ്രെഡും വാങ്ങി. ഓക്കെ, എല്ലാം കൂടെ ആയത് 134 ഇനി നമുക്ക് ഇതൊക്കെ കഴിച്ചിട്ടാണ് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. സോ അങ്ങനെ നമ്മൾ സഫാൻ ഹിൻ എന്നാണ് പ്രൊനൗൺസിയേഷൻ, അങ്ങനെയാണെന്ന് പറഞ്ഞോ. സഫാൻ ഹിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ ചുറ്റും കടലാണ്. ഒരു ബീച്ച് ഏരിയ പോലെയാണ്. ഇതിങ്ങനെ പീക്കിൽ വന്നിരിക്കുന്നത് കണ്ട. അവിടെ ഫുള്ള് കടല, അവിടെ എല്ലാം കടലാണ്. വെൽക്കം ടു ഫുക്കറ്റ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ വണ്ടിയൊക്കെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. ഒരു പാർക്കാണ്. നടക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതുവഴി നടക്കാൻ പറ്റും. രണ്ട് സൈഡ് മരങ്ങളൊക്കെ ഉണ്ട്. മരത്തിന്റെ ഇടയിൽ കൂടെ നടക്കാം. പിന്നെ ബീച്ചിന്റെ സൈഡിൽ കൂടെ നടക്കാം. പിന്നെ ഇവിടെ നമ്മുടെ തായ്ലാൻഡിന്റെ ഫ്ലാഗ് ഒക്കെ കാണാം. നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആണ്. ഫ്ലോർ ഒക്കെ ചെയ്തിട്ടുണ്ട് നടക്കാൻ വേണ്ടി. ഈ കാണുന്ന കടലാണ്. ഇവിടെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ പോയാൽ കാലൊക്കെ നനയ്ക്കാൻ വേണ്ടി അവിടെ ഇറങ്ങാൻ പറ്റും. പിന്നെ ഇതിന്റെ അറ്റത്തോട്ട് വരുമ്പോൾ നമുക്ക് കടലിൽ കൂടെ നടക്കാനുള്ള ഒരു ബ്രിഡ്ജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഇറങ്ങി നടന്ന് അതുവരെ പോവാം. ഇതുവഴി ഇറങ്ങി വേണമെങ്കിൽ കാല് നനയ്ക്കാം. പാലത്തിൽ നിന്നപ്പോ പാലം ചെറുതായിട്ട് ആടയൊക്കെ ചെയ്യണ്. തടി ബ്രിഡ്ജാണ്. കണ്ടാ, ആ കാണുന്നതൊക്കെ ഐലൻഡാണ്. വെള്ളം പൊങ്ങുമ്പോ ഇനി പാലമൊക്കെ മുങ്ങി പോവോന്ന് അറിഞ്ഞൂടാ. നല്ല കാറ്റും ഉണ്ട്. നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഫുക്കറ്റില് മിക്കയിടത്തും ഉള്ളത് പോലത്തെ ബ്ലൂ കളറല്ല ഈ വെള്ളത്തിന്റെ കളർ. ഒരുമാതിരി ഗ്രേ കളർ പോലത്തെ വെള്ളമാണ്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ബ്ലൂ കളർ ആവുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഗ്രേ കളർ വെള്ളം. എന്താണെന്ന് അറിഞ്ഞോളൂ, നമ്മൾ വന്നിറങ്ങിയതിന്റെ അന്ന് തൊട്ട് മഴ. ഇവിടെ ഒരുപാട് ഇരിക്കാൻ സ്ഥലമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാം. അവിടെ ബെഞ്ചുകളുണ്ട്. ഒരുപാട് ബെഞ്ചുകളുണ്ട്. ഇവിടെ നടക്കാനും ഇരിക്കാനും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടെ എന്തോ സ്ട്രക്ചർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തിനാണെന്ന് നോക്കാം. ഇതോ ഒരു മീനിന്റെ തല പോലെയുള്ള ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കണതാണ്. നല്ല രസമുണ്ട്. ഇങ്ങനെ കാണാൻ നല്ല വ്യൂ. ആളുകൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. പിന്നെ കസേരയൊക്കെ കൊണ്ടിട്ട് ഇരിക്കുന്നു. കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് വന്ന് കളിക്കുന്നു. വെൽക്കം ടു ഫുക്കറ്റ് ഒക്കെ എന്താ അവിടെ എഴുതി. ആ ബീച്ചിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു ടെമ്പിൾ ഉണ്ട്. ഇതാണ് ടെമ്പിൾ. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ചൈനീസ് ടെമ്പിൾ എന്നാണ് മാപ്പിൽ എഴുതിയിരിക്കുന്നത്. കാണാനൊക്കെ നല്ല രസമുണ്ട്. ആ ഒരു ഗോൾഡൻ കളർ റെഡ് കളറിന്റെ അതിന്റെ ഒരു കോമ്പിനേഷൻ ഒക്കെ നല്ല രസമുണ്ട്. ഇതോ ഒരു ലാൻറ്റേൺ ഉണ്ട്. മുകളിൽ ഒരു പച്ച കളർ. ഇതിന്റെ അകമൊക്കെ കാണിച്ചു തരാം. കൊള്ളാം, നല്ല കിടിലൻ സ്ഥലം. ഇവിടെ വന്നിരുന്നപ്പോൾ നല്ലൊരു സമാധാനം. ഇവിടെ ഒരു പാട്ടൊക്കെ ഇട്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ടുപിടി ഇരിക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ ഒരു വലിയ ബുദ്ധന്റെ പ്രതിമയൊക്കെ കാണാം. ഇതാരാണെന്നൊന്നും അറിഞ്ഞൂടാ. ഇതൊരു വൈറ്റ് കളറുള്ള സ്റ്റാച്ചു ആണ്. ഇത് ബുദ്ധന്റെ സ്റ്റാച്ചു ആണ്. താമരയിൽ ഇരിക്കുന്ന ബുദ്ധൻ. പിന്നെ ഈ ചൈനീസ് ടെമ്പിളിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് ഷപ്പാൻ ഹിൻ പാർക്ക്. പാർക്ക് എന്ന് വെച്ചാൽ കിടിലൻ പാർക്ക്. നമുക്ക് റിലാക്സ് ചെയ്യാൻ, നടക്കാം. ഇവിടെ ഫോറസ്റ്റ് പോലത്തെ ഏരിയ ഉണ്ട്. അല്ല, ഇവിടെ കളിക്കാൻ പറ്റും. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ടെമ്പിളിൽ വന്ന് റിലാക്സ് ചെയ്യാം. എല്ലാത്തിനും പറ്റിയ കിടിലൻ സ്പോട്ട്. ഈ പാർക്ക് എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്ററിനകത്ത് വരും. അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം. നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് നോക്കണം. നമ്മളിനി അടുത്ത് പോകുന്ന കഹോ റേഞ്ച് വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്. സോ അങ്ങനെ നമ്മൾ കയോ റേഞ്ച് വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടത്തുള്ള വ്യൂ കാണിച്ചു തരാം. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. നമ്മളെ ഫുക്കറ്റ് ഫുള്ള് കാണാം. സീൻ കണ്ടാ. ഫുക്കറ്റ് ടൗൺ ഫുള്ള് കാണാം. അടിപൊളി. അപ്പോൾ അതൊക്കെ ഐലൻഡാണ്. അങ്ങോട്ട് കാണുന്നതൊക്കെ ഐലൻഡാണ്. സ്ഥലം ഒരു രക്ഷയില്ല. വെറും 4 കിലോമീറ്റർ ഉള്ളൂ ഈ ഫുക്കറ്റ് ടൗണിൽ നിന്ന്. കുറച്ചൊരു ചെറിയൊരു കയറ്റം മാത്രമേ നമ്മൾ കയറി വന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് എത്തുകയും ചെയ്തു. വഴിയൊക്കെ നല്ല റോഡായിരുന്നു. നല്ല വൃത്തിയുള്ള റോഡൊക്കെ ആയിരുന്നു. പക്ഷെ വന്ന് കയറിയപ്പോൾ ഉള്ള വ്യൂ അടിപൊളി. ഫുക്കറ്റിന്റെ ഒരു പനോരമിക് വ്യൂ തന്നെ ഇവിടെ നിന്ന് കാണാം. ഇവിടെ ഒരു വൈകുന്നേരം വന്നാൽ കുറച്ചുകൂടെ രസമായിരിക്കും. സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ വന്ന ഉച്ചയായി പോയി. നമുക്കിനി വൈകുന്നേരം വേറെ പ്ലാൻ ഉണ്ട്. ഇതേപോലത്തെ വേറൊരു സൂപ്പർ സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടാണ് നമ്മൾ വൈകുന്നേരം പോകാൻ പോകുന്നത്. മണിയാണെങ്കിൽ 1:50. ഇനി വല്ലതും കഴിക്കണം. ഇതിനകത്ത് തന്നെ ഒരു കഫേയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫിറ്റ്നസ് പാർക്ക് ഉണ്ട്. പിന്നെ ഒരുപാട് കുരങ്ങന്മാരും ഉണ്ട്. കുരങ്ങന്മാരെ സൂക്ഷിക്കണം. നമ്മൾ വണ്ടി വെച്ചപ്പോൾ ഓടി മണ്ടിയിലൊക്കെ കയറിയിരുന്ന് വണ്ടിയിൽ നിന്ന് ഫോണൊക്കെ എടുത്തോണ്ട് പോകാൻ പോയി. പെട്ടെന്ന് നമ്മൾ വണ്ടി മാറ്റി അങ്ങോട്ട് വെച്ച്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ വന്നപ്പോൾ തൊട്ട് ഇവിടെ ഒരാൾ നമ്മുടെ ജാസ് വായിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ലൈവും പോകണുണ്ട്. ഫേസ്ബുക്ക് ലൈവ് പോകണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഈ മ്യൂസിക് ഒക്കെ കേട്ടത് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അടിപൊളി. ഇവിടെ കുറെ ഇരിക്കാൻ കുറെ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. വീട്ടിലെ സ്ഥലം അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വ്യൂ ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. കാർ പാർക്ക് ചെയ്യാനും ബൈക്ക് പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ അവിടെയൊക്കെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട്. ജ്യൂസ്, ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. നമ്മളിവിടെ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കില്ല. നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നത് എവിടെയാണ്? അടുത്ത് പോകണം ഫുഡ് കഴിക്കും.
അടുത്ത ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി വീണ്ടും 7-Eleven പോകാം. നമ്മളങ്ങനെ 7-Eleven നിന്ന് കഴിച്ച് മടുത്ത് ഈ തവണ മെക്ഡി എന്ന് വല്ലതും കഴിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ലോട്ടസ് ഒരു ഷോപ്പിംഗ് മാർക്കറ്റ് പോലത്തെ ഒരു സംഭവം. ഇവിടെ മെക്ഡി, KFC എല്ലാം ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ വണ്ടിയൊക്കെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ച് നമുക്ക് അകത്ത് കയറി നോക്കാം ഇവിടെ എന്തൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ്. ഇവിടെ ഇതിനകത്ത് വേറെ വല്ലതും കഴിക്കാൻ കിട്ടുമെങ്കിൽ അത് നോക്കാം, ഇല്ലെങ്കിൽ മെക്ഡി കയറി കഴിക്കാം. സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു മോൾ. ഇത് നമ്മുടെ ലൂലു ഒക്കെ പോലെ സെറ്റപ്പാണ്. ഇവിടെ അവർ ഹൈപ്പർ മാർക്കറ്റ്, ഈ ലോട്ടസ് എന്ന് പറഞ്ഞ അവർ ഹൈപ്പർ മാർക്കറ്റ്. ഈ സൈഡിൽ ഫുള്ള് വേറെ സ്റ്റോളുകളാണ്. അവർ റെന്റിന് കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ പല സ്റ്റോളുകൾ കാണാം. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ വാച്ചിനൊക്കെ 50% ഓഫറിനൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ നടന്നു വന്നപ്പോൾ എൻ്റെ വാച്ച് ഇതാ ഷോറൂമിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എങ്ങനെയാണ് എൻ്റെ വാച്ച് ഷോപ്പിൽ കണ്ടിട്ടില്ല. ഞാൻ ഓൺലൈനാണ് മേടിച്ചത്. ഇവിടുത്തെ വില എന്ന് പറയുമ്പം 1230 ബാത്ത്, 2600 രൂപ അടുപ്പിച്ച് കിട്ടും. ഞാൻ ഈ വാച്ച് മേടിച്ചപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. 650-700 രൂപയ്ക്ക് എന്താണ് എനിക്ക് ഈ വാച്ച് കിട്ടിയത്. നമ്മളിവിടെ ഫുള്ള് കറങ്ങിയാണ്. അഫോർഡബിൾ പ്രൈസിന് വല്ല കഴിക്കാൻ കിട്ടുമോ നോക്കുകയാണ്. സംഭവം മെക്ഡിയിൽ വന്നപ്പോൾ ഭയങ്കര റേറ്റ്, അവിടത്തേക്കാട്ട് റേറ്റ്. KFCയിൽ വന്നപ്പോൾ നമ്മുടെ അവിടുത്തെ ആ ഒരു സെയിം റേഞ്ച് ഓഫ് റേറ്റ് തന്നെ. ഞാൻ പുറത്ത് നിന്ന് കണ്ടപ്പോൾ വിചാരിച്ചില്ല അകത്ത് ഇത്ര സെറ്റപ്പ് ആണ്. ഒരുപാട് ബ്രാൻഡ് ഉണ്ട്, സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അഫോർഡബിൾ റേറ്റിന് എന്ത് കിട്ടുമോ നോക്കാം. അങ്ങനെ നടന്ന് തളം നമ്മൾ KFCന്ന് ഐസ്ക്രീം പറഞ്ഞിരിക്കുകയാണ്. KFC സോഫ്റ്റ് സർവ്. നമ്മളവിടെ KFCയിൽ സോഫ്റ്റ് സർവ് ഇല്ല, ഇവിടെ ഉണ്ട്. ഞാനും മമ്മിയും മേലില്ല, അനിയത്തി മാത്രം ചോക്ലേറ്റ് പറഞ്ഞു. ഇവിടുത്തെ KFC സോഫ്റ്റ് സർവ് എങ്ങനെയാണെന്ന് നോക്കാം. കൊള്ളാം. ആ ഒരു ക്രീമി ടേസ്റ്റ് നല്ല എടുത്തറിയാൻ പറ്റുന്നുണ്ട്. നമ്മളെ മെക്ഡിയിലെ സോഫ്റ്റ് സർവ് പോലെ അല്ല, കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. നമുക്ക് KFC പോയി എന്തൊക്കെ കഴിക്കാനുണ്ടെന്ന് നോക്കാം. സോ അങ്ങനെ നമ്മൾ KFC 399 ബാത്തിന്റെ കോംബോ പറഞ്ഞു. എന്തൊക്കെയാണ് ഇവിടെ പേരെഴുതി വെച്ചിരിക്കുന്ന എല്ലാം തായ് ഭാഷയിലാണ്. ഇവിടുത്തെ ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ അവർ ഗ്ലാസ് ആണ് തരുന്നത്. അവിടെ പലതരം ഡ്രിങ്ക് ഫ്രണ്ടിലുണ്ട്. നമുക്ക് റീഫിൽ ചെയ്ത് വീണ്ടും കുടിക്കുകയും ചെയ്യാം. 49 രൂപയാണ് ഈ ഗ്ലാസിന്റെ വില. ഇതിന്റെ മുന്നിൽ തന്നെ ഇതേപോലെ ഒരു മെഷീൻ ഉണ്ട്. മെഷീൻ എന്താ ഇവിടെ നടുക്ക് ഇങ്ങനെ വയ്ക്കുമ്പം ഐസ് ക്യൂബ്സ് വരും. കണ്ടാ, ഐസ് ക്യൂബ്സ് വരും. നമുക്ക് ഡ്രിങ്ക് ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. നമുക്കിപ്പം ആദ്യം പെപ്സി നോക്കാം. പെപ്സി എടുത്തു. നമുക്ക് എല്ലാ ഡ്രിങ്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് തീരുമ്പോൾ നമുക്ക് റീഫിൽ ചെയ്യാം. അതൊരു ഗുണമാണ്. 49 ബാത്ത് കൊടുത്താൽ മതി, എത്ര വേണം കുടിക്കും. നമുക്ക് ആദ്യം ഇവിടുത്തെ പെപ്സി കുടിച്ചു നോക്കാം. ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട് നമ്മൾ അവിടെ നിന്ന്. ഇത് കുറച്ചുകൂടെ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ചിക്കൻ നഗറ്റ്സ് ഉണ്ട്, പല ടൈപ്പ് ഫ്രൈഡ് ചിക്കനൊക്കെയാണ്. എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സ്നാക്സും ലിച്ചിയും 2 പാൻറ്റൊക്കെ വാങ്ങിച്ച് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. നമ്മളെ ലൂലു ഒക്കെ പോലെ തന്നെ എല്ലാ ഐറ്റവും ഉണ്ട്. ഗ്രോസറി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പ്ലസ് ഡ്രസ്സും കൂടെ ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ. പിന്നെ ആൽക്കഹോളും ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ. ഓക്കെ, നമുക്കിനി ഈ മാളിൽ നിന്ന് ബില്ലടിക്കാം. ലേസ്, റോസ്റ്റഡ് പീനട്ട്, പിന്നെ ലിച്ചി ഒക്കെ രാത്രി നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അങ്ങനെ സാധനം എല്ലാം കൂടെ വാങ്ങിച്ച് 108 ബാത്തായി. ഇനി നമ്മൾ നേരെ പ്രോംപ്ടൺ കേപ്പിലേക്കാണ് പോകുന്നത്. ഗൈസ്, ഭാഷ അറിയാത്ത ഭയങ്കര പ്രശ്നം തന്നെ. 1.5 ലിറ്റർ വെച്ച് പെട്രോൾ അടിക്കാൻ പറഞ്ഞത് അമ്മമാർ 2 കണ്ടിനും ഫുൾ ടാങ്ക് അടിച്ചു. നമ്മളിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞതോ അമ്മമാർ പെട്രോൾ ഊറ്റിയെടുക്കാന്നൊക്കെ പറയണം. എന്തൊരു പാടാണെന്ന് അറിഞ്ഞുകൂടും. നമുക്കാണെങ്കിൽ നാളെ രാവിലെ വണ്ടി കൊടുക്കാൻ ഫുൾ ടാങ്ക് അടിച്ചെടുത്ത് കാര്യമില്ല. സോ അങ്ങനെ നമ്മൾ പ്രോംപ്ടൺ ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 5:30 എത്തായിരുന്നു. നമ്മളാണ് സമയം 6:30. 1 മണിക്കൂർ താമസിച്ച്. ആ പെട്രോൾ പമ്പുകാർ കാണിച്ച പണിയാണ്. നമ്മൾ 2 വണ്ടിയിലും കൂടെ 1.5 ലിറ്റർ വെച്ച് അടിക്കാൻ പറഞ്ഞപ്പോൾ അമ്മമാർ 2 വണ്ടിയിലും ഫുൾ ടാങ്ക് അടിച്ചത്. ഞാൻ അവിടെ നിന്ന് സംസാരിച്ച് ഒരുത്തരും ഇംഗ്ലീഷ് പറഞ്ഞുകൂടെ. പിന്നെ ട്രാൻസ്ലേറ്ററൊക്കെ ഡൗൺലോഡ് ചെയ്ത് പറഞ്ഞ് 1 മണിക്കൂർ എടുത്ത് അമ്മമാരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാപ്പിക്കുക. നമ്മൾക്ക് അത്രയും വേണ്ട, 1.5 ലിറ്റർ വെച്ച് അടിച്ചാൽ മതി. അമ്മമാർ പെട്രോൾ തിരിച്ചെടുക്കുന്ന സാധനമൊക്കെ കൊണ്ടുവന്ന് വണ്ടിയിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുത്ത് 1 ലിറ്റർ 2 വണ്ടിയിൽ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് തന്നു അമ്മമാർ. കാരണം നമ്മളെ വ്യൂ പോയി. ഇപ്പൊ ഇതാണ് വ്യൂ. നല്ല വ്യൂ ആയിരുന്നുള്ളതാണ്. ഇതാണ് പ്രോംപ്ടൺ കേപ്പ്. ഞാൻ അടുത്ത തവണ വരുമ്പോൾ കാണാം. വന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ സെറ്റപ്പ്. എല്ലാ സ്ഥലവും അടിപൊളി, നീറ്റ് ആൻഡ് ക്ലീൻ. റോഡൊക്കെ അടിപൊളി, നല്ല വലിയ പാത തന്നെ ഉണ്ട്. ഈ റോഡ് തന്നെ കണ്ടില്ലേ, നല്ല വലിയ റോഡാണ്. റോഡൊക്കെ കൊള്ളാം. പക്ഷെ ഇവിടെ പെട്ടെന്ന് ഇരുട്ട്. എന്താണെന്ന് പറഞ്ഞൂടെ, ഈ മാസത്തിന്റെ ആണെന്ന് തോന്നുന്നു. നേരത്തെ ഇരുട്ടുകയും ചെയ്യണം, നേരത്തെ വെളുക്കുകയും ചെയ്യണം. വേറൊരു കാര്യം, നമ്മൾ വന്നത് തൊട്ട് ഇവിടെ ക്ലൗഡിയാണ്. ഇതുവരെ സണ്ണിനെ പോലും നമ്മൾ നേരെ കണ്ടിട്ടില്ല. പ്രോംപ്ടൺ കേപ്പിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ വേറൊരു മാർക്കറ്റ് ഉണ്ട്, ലോബ്സ്റ്റർ മാർക്കറ്റ് റവായി. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഫ്രഷ് മീനുണ്ട്. ഫ്രഷ് മീൻ ഇതാ കണ്ട, ഒരുപാട് മീനുകളുണ്ട്. പറയണ മീനൊക്കെ നമുക്ക് അപ്പൊ തന്നെ തൂക്കി തരും. ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അപ്പർ സൈഡ് ഉണ്ട്. അവിടെ നിന്ന് 100 ബാത്ത് കൊടുക്കണം കുക്ക് ചെയ്ത് തരാം. 1 kg ഞണ്ടിന് 600 ബാത്ത് എന്നാണ് പറഞ്ഞത്. എല്ലാത്തിനും പല റേറ്റ് ആണ്. എല്ലാ മീനും ഉണ്ട്. ഞണ്ട്, ലോബ്സ്റ്റർ ഒക്കെ ദാ പോകും. ഞണ്ടാണ് കൂടുതലുള്ളത്. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരം മീനുകളുണ്ട്. എല്ലാരും ബാർഗെയിൻ ചെയ്തൊക്കെ മീനുകൾ വാങ്ങിക്കാണ്. ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ കൊള്ളാം, സെറ്റപ്പ് സ്ഥലം. നമ്മളിനി സീ ഫുഡ് ഒന്നും നോക്കുന്നില്ല. രാത്രി ഇനി എന്ത് കഴിക്കണമെന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് നമ്മൾ. ഇനി ഇവിടെ നിന്ന് അടുത്ത് എങ്ങോട്ട് പോവൊന്നും പ്ലാനൊന്നും ചെയ്തില്ല. മണിയാണെങ്കിൽ 7:15 ആയതേ ഉള്ളൂ. ഇവിടെ കണ്ടാ പറയും 10 മണിയായി. പെട്ടെന്ന് ഇരുട്ടും. ഇങ്ങനെ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോ വീണ്ടും ഒരു സ്ട്രീറ്റ് ഫുഡ് ഏരിയ കണ്ടു. സോ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് രാത്രിയത്തെ ഫുഡ് അവിടെ നിന്നാക്കാന്ന് വിചാരിച്ചു. ഇതാ കണ്ട, ഒരുപാട് ഐറ്റം ഉണ്ട്. നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ ചിക്കൻ്റെ കാല് വറുത്ത് വെച്ചിരിക്കുന്നു, കോഴിക്കാൽ. ഹൗ മച്ച് പ്രൈസ്? ഓക്കെ. പല റേറ്റാണ്.
60 ബാത്ത് 70 ബാത്ത് 80 ബാത്ത്. അതിന്റെ സൂപ്പാണ് കേട്ടോ, അത് ഫ്രൈ ഒന്നുമല്ല, അതെടുത്ത് വെച്ച് സൂപ്പാക്കി തരും. നമ്മളൊരു ബ്രെഡ് വാങ്ങിച്ച് ഇവിടെ ഉള്ള ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇത് എന്തെങ്കിലും ചോദിച്ചിട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് പോലും അറിഞ്ഞൂടാ, പൈസ പോലും പറയാൻ അറിഞ്ഞൂടാ. കാൽക്കുലേറ്ററിലാണ് കാണിച്ചു തരുന്നത്. പിന്നെ ഒരു കരിക്കിൻ ഷേക്കാണ്. ഇവിടെ ശകലം സാധനമേ ഉള്ളൂ, ഓപ്ഷൻസ് ഒക്കെ തീരെ കുറവാണ്. നമ്മൾ ഇത് രണ്ടേ വാങ്ങിച്ചോളൂ. പോണ വഴിയിൽ ഇനിയും ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്, അവിടെ ഇറങ്ങി വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ജസ്റ്റ് കരിക്കിൻ ഷേക്കും ആ ഒരു ബണ്ണും മാത്രമേ വാങ്ങിച്ചോളൂ. സോ നമുക്കപ്പോൾ തായ്ലാൻഡിയൻ കരിക്കിൻ ഷേക്ക് കുടിച്ച് നോക്കാം. നമ്മളവിടുത്തെ കരിക്കിൻ ഷേക്കിനെ കാട്ടി വ്യത്യാസമുണ്ട്. കരിക്കിന്റെ ടേസ്റ്റ് ഇല്ല, ആ ഒരു തേങ്ങയുടെ ടേസ്റ്റാണ് അറിയാൻ പറ്റുന്നത്. നമ്മൾ തേങ്ങ ചവച്ച് തിന്നൂലേ, അതിന്റെ ഒരു ടേസ്റ്റാണ്. നമുക്ക് ഈ ബണ്ണും കൂടെ കഴിച്ചു നോക്കാം. ഇത് 35 ബാത്ത്, ഇത് 30 ബാത്ത്. പിന്നെ വന്ന വഴിയിൽ വേറെ മാർക്കറ്റ് ഒന്നും കണ്ടില്ല. നമ്മളിതാ ഇന്നലെ വന്ന അതേ മാർക്കറ്റ്, ചിൽവ മാർക്കറ്റിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇതാ കണ്ട, മണിയാണെങ്കിൽ 9:45. വേറെ ഒരു മാർക്കറ്റിൽ ഇത്രയും തിരക്കില്ല. ബാക്കി എല്ലാ സ്ഥലവും ഒരു 9:30 ആകുമ്പോൾ ഇവർ ക്ലോസ് ചെയ്യും. റോഡ് ഫുള്ള് 9:30 കഴിഞ്ഞാൽ ഫുൾ ഒരു മൂകതയാണ്, ആരും കാണൂല. ഈ ഒരു മാർക്കറ്റിൽ വന്നപ്പോൾ മാത്രം തന്നെ നല്ല തിരക്ക്. ഫ്രൈഡേ ആയതുകൊണ്ട് ഫ്രൈഡേ മാർക്കറ്റും കൂടെ ആയിരിക്കും. ഇന്നലത്തെ കാട്ടി കുറച്ചുകൂടെ വൈബ്രന്റ് ആണ് ഇന്ന്. അപ്പൊ ഇവിടെ നിന്നായിരിക്കും ഇന്നത്തെ ബാക്കി ഫുഡ്. അപ്പോൾ അങ്ങനെ സ്വീറ്റ് വിപ്പ് ക്രീം ബണ്ണ് വാങ്ങിച്ചിരിക്കുകയാണ്. ഒരു പൊതിഞ്ഞിരുന്നു. 20 ബാത്താണ് വില. 20 ബാത്ത് എന്ന് പറയുമ്പോൾ ഒരു 45 രൂപ. കൊള്ളൂല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഗൈസ്, മാർക്കറ്റിനകത്ത് വന്നപ്പോൾ കണ്ടതാണ്. ഇവിടെ വാട്ടറൊക്കെ സ്പ്രേ ചെയ്യുന്നു, നല്ല രസമുണ്ട്. കിടില ഏരിയ. ഇന്നലെ വന്നപ്പോൾ കണ്ടില്ല ഈ ഒരു സംഭവം. വാട്ടറാണ് ഇവിടെ സ്പ്രേ ചെയ്ത് ഇടുന്നത്. അതാ നോക്കിയോ, വെള്ളം, ഒരു തണുത്തൊരു ഫീല്. നമ്മൾ ഈ കാട്ടിനകത്തൂടെയൊക്കെ നടന്നു പോകുന്ന പോലെ. അടിപൊളി, കിടിലം കേട്ടോ, സൂപ്പർ സ്ഥലം. ഇതൊരു കിടില സ്ഥലം തന്നെ കേട്ടോ. നിങ്ങൾ ഫുക്കറ്റ് വന്നാൽ എന്തായാലും ഈ പ്ലേസ് മിസ് ചെയ്യാൻ പറ്റില്ല. ചിൽവ മാർക്കറ്റ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കോക്കോ മിൽക്ക് ബോബ പറഞ്ഞിരിക്കുകയാണ്. 30 ബാത്താണ് വില. അവരിതാ എടുക്കുകയാണ് എൻ്റെ കോക്കോ മിൽക്ക് ബോബ. അമ്മേ, 30 ബാത്ത്, 30 ബാത്ത്, 100. ഇതാണ് 100 ബാത്ത്. സോ നമ്മുടെ കോക്കോ മിൽക്ക് ബോബ വന്നിട്ടുണ്ട്. കുടിച്ചു നോക്കാം. ഇത് ഫുൾ ഐസാണ് വരുന്നത് കേട്ടോ, സാധനം കുറവാണ്, ഐസ് കൂടി. എന്തായാലും കുടിച്ചു നോക്കാം. കൊള്ളാം, കുഴപ്പമില്ല. ഒരു ഭയങ്കര ഒരു ടേസ്റ്റ് ഒന്നുമില്ല, കൊള്ളാം. സോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അവിടെ നിന്ന് വലുതായിട്ടൊന്നും കഴിച്ചില്ല, അവിടെ സമയം കഴിഞ്ഞുകൊണ്ട് മിക്ക കടയും ക്ലോസ് ആയിരുന്നു. പിന്നെ 7-11 പോയി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു. അത് 127 ബാത്തായി. ഇന്ന് എല്ലാം കൂടെ ചെലവായത് നമുക്ക് 911 ബാത്താണ്. എന്ന് പറയുമ്പോൾ ഒരു 2207 രൂപ. ഇന്ന് മെയിനായിട്ട് ചെലവ് എന്ന് പറഞ്ഞാൽ പെട്രോൾ, ഫുഡും. പെട്രോൾ ഒരു 40 ബാത്തിന് അടിച്ച്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ച KFC ആയിരുന്നു, അത് 440 ബാത്തായി. KFC കഴിച്ചെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ ടേസ്റ്റ് ഇല്ല. ഇവര് ചിക്കന്റെ തൊലി ഒന്നും കളയാതാണ് എടുക്കുന്നത്. അതുകൊണ്ട് ആ തൊലി ഇരിക്കുമ്പോൾ ആ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ല. നമ്മുടെ നാട്ടിലെ പോലത്തെ ടേസ്റ്റ് ഒന്നും ഇല്ല. നാട്ടിൽ പോലത്തെ ടേസ്റ്റ് ഉള്ള എന്തെങ്കിലും കഴിക്കാന്നും പറഞ്ഞാണ് KFC കഴിച്ചത്. അതും കൊള്ളൂലായിരുന്നു. പക്ഷെ അവിടുത്തെ റീഫിൽ സംഭവം കൊള്ളാം. നമ്മൾ ഒരു ഗ്ലാസ് വാങ്ങിച്ചാൽ ഏത് ഡ്രിങ്ക് വേണോ റീഫിൽ ചെയ്ത് വീണ്ടും വീണ്ടും കുടിക്കാൻ പറ്റും. സോ നാളെ ഇവിടെ നിന്ന് വെക്കേറ്റ് ആണ്. ഇവിടെ നിന്ന് നേരെ നമ്മളിനി പോകുന്ന പതോങ് ബീച്ചിന്റെ ഏരിയയിലാണ്. അവിടെയാണ് നമ്മൾ അടുത്ത സ്റ്റേ. റെന്റിനെടുത്ത വണ്ടി നാളെ രാവിലെ കൊണ്ടു കൊടുക്കണം. 12:30 വരെ വണ്ടിയുള്ളൂ. അവിടെ നിന്ന് ബസ് പിടിച്ചു വേണം പതോങ് ബീച്ച് വരെ പോയാൽ. അവിടെ നിന്ന് ഏകദേശം ഒരു 10-13 കിലോമീറ്റർ അങ്ങാണ്ട ഉണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.